ഇന്ന് നമുക്കൊരു പാൽക്കപ്പയും മീൻകറിയും വെച്ചാലോ? പാൽക്കപ്പ ഉണ്ടാക്കാൻ ലുലുവിൻ്റെ ഫ്രോസൺ ടപ്പിയൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഇത്തിരി വലുപ്പമുള്ള പീസായിട്ടാട്ടോ ഈ പാക്കിൽ വരുന്നത്. ഇനി ഇത് കുഞ്ഞ് പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രഷ് കപ്പ ആയിരുന്നെങ്കിൽ നമുക്ക് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കായിരുന്നു അല്ലേ? പക്ഷേ ഫ്രോസൺ കപ്പയ്ക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ വൃത്തിയാക്കി എടുത്ത കപ്പയിലേക്ക് നമുക്ക് പകുതി വെള്ളവും ബാക്കി പകുതി നമുക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. അതവിടെ ഇരുന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 പച്ചമുളക്, 2-3 ചുവന്നുള്ളി. ഇനി ഇത് രണ്ടും വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ കഴുകിയെടുത്ത ചുവന്നുള്ളിയും പച്ചമുളകും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഉള്ളിയും പച്ചമുളകും നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കപ്പ വെന്തോന്നൊന്ന് നോക്കാം. ഏകദേശം നമ്മുടെ കപ്പ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന 2ാം പാൽ കൂടെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അറിയാലോ, മിക്സിംഗ് ആണ് ഇതിൻ്റെ മെയിൻ. എത്ര നന്നായിട്ട് മിക്സ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചത് കൂടി പോയി എന്ന് ആരും വിചാരിക്കേണ്ട, കപ്പയാണ്, കുറുകിക്കോളും. ഇനി നമുക്ക് അടുപ്പിലേക്ക് പാൻ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പുറകെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മൂപ്പിച്ചെടുത്തതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് ചേർത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ നമ്മുടെ പാൽക്കപ്പ റെഡി. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ! അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് ബീഫും കൂടെ ഉണ്ടെങ്കിലോ സൂപ്പറായിരിക്കും. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മീൻകറിയാണ് കേട്ടോ. അങ്ങനെ പാൽക്കപ്പയും മീൻകറിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.